Hi dears, welcome back to Eagle Learning. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാംസ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാളെ നമ്മുടെ ലാസ്റ്റ് എക്സാം ആയിട്ടുള്ള മാത്സ് എക്സാം ആണ്. അപ്പോൾ മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In the figure, O is the center of the circle. അപ്പോൾ ഇവിടെ ഒരു വൃത്തം തന്നിട്ടുണ്ട്. ആ വൃത്തത്തിന്റെ കേന്ദ്രമാണ്, സെന്റർ ആണ്. ഓ ഇവിടെ എഴുതിയിട്ടില്ല അല്ലേ? യെസ്, ഇതാ ഓ. റെഡി. അടുത്തത് എന്താണ്? ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 100 ഡിഗ്രി. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്ന 100 ഡിഗ്രിയാണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി? എ സി ബി എന്ന് പറയുന്ന ആംഗിളിന്റെ മെഷർ അളവ് എത്രയാണ്? സിമ്പിൾ ആയിട്ട് പറയാം. ദാ ഇവിടെ കേന്ദ്രത്തിൽ ഉണ്ടാവുന്ന കോൺ 100 ഡിഗ്രി ആണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോൺ എത്രയാണ്? ഇതിന്റെ പകുതി ആയിരിക്കും. പകുതി. അപ്പൊ എത്രയാണ് 100ന്റെ പകുതി എന്ന് പറയുമ്പോൾ 50. ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾക്ക് ചോദിക്കും. അപ്പോൾ ഇത് ഓർത്ത് പഠിക്കുക. ഓക്കെ, ഓർത്ത് പഠിക്കുകയല്ല, പഠിച്ചു വെക്കുക. ഓക്കെ, കേന്ദ്രത്തിലുള്ള കോണിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന കോൺ. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആംഗിൾ എ ഡി ബി എത്രയാണ്? കോൺ എ ഡി ബി എത്രയായിരിക്കും? സിമ്പിൾ ആണ്. ദാ ഇവിടെ നമുക്ക് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ചക്രീയ ചതുർഭുജം കാണാൻ സാധിക്കും. ദാ നോക്കൂ, ദാ ഇതൊരു ചക്രീയ ചതുർഭുജമാണ് അല്ലേ? എ ഡി ബി സി എന്ന് പറയുന്നത് ഒരു ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയിരിക്കും. എതിർ കോണുകളുടെ തുക 180 ആയിരിക്കും. അപ്പോൾ ഇത് 50 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 180ൽ നിന്നും 50 കുറയ്ക്കുക. 180 മൈനസ് 50 എത്രയാണ്? 130 ഡിഗ്രി. ക്ലിയർ ആണോ? അപ്പോൾ ചക്രീയ ചതുർഭുജങ്ങളുടെ ഈ പ്രത്യേകതകൾ പഠിച്ചു വയ്ക്കുക. ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The sum of the fifth and sixth term of an arithmetic sequence is 24. ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദത്തിന്റെയും 6ാം പദത്തിന്റെയും ഓക്കെ, അപ്പോൾ 5ാം പദത്തിന്റെയും 6ാം പദത്തിന്റെയും തുക എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് ആൻഡ് 10th ടേം ഓഫ് ദി സീക്വൻസ്? 1ാം പദത്തിന്റെയും 10ാം പദത്തിന്റെയും തുക എന്താണ്? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സിമ്പിൾ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? 5th ടേം. അപ്പോൾ 5ാമത്തെ ടേം പൊസിഷൻ എന്താ? 5. 6ാമത്തെ ടേം, അപ്പൊ ആ ടേമിന്റെ പൊസിഷൻ എന്താ? 6. ഓക്കെ, അപ്പോൾ ഈ 5ന്റെയും 6ന്റെയും സം, അതായത് പൊസിഷന്റെ സം എത്രയാ? 5ാമത്തെ പൊസിഷനും 6ാമത്തെ പൊസിഷനാണ്. അപ്പൊ അവിടെ പൊസിഷന്റെ സം എന്ന് പറയുന്നത് 6 5 11. ഓക്കെ, ഇനി അടുത്ത പൊസിഷൻ ഏതാ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് ടേമും 10th ടേമും. ഏതാണ് ഫസ്റ്റ് ടേമും 10th ടേമും? അപ്പൊ ഫസ്റ്റ് ടേം പൊസിഷൻ 1 ആണ്, 10th ടേം പൊസിഷൻ 10 ആണ്. സം എടുത്തു 11. അപ്പൊ പൊസിഷനുകളുടെ സമ്മ് ഈക്വൽ ആണ്. പൊസിഷന്റെ സം എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷനിൽ വരുന്ന ടേമുകളുടെ സമ്മും തുകയും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. പൊസിഷനുകളുടെ സമ്മ് സെയിം ആണെങ്കിൽ, ഈക്വൽ ആണെങ്കിൽ ആ പൊസിഷനിൽ വരുന്ന എന്താണ്? ആ ടേമുകളുടെ സംഖ്യകളുടെ തുകയും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 5ാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലുമുള്ള സംഖ്യകളുടെ തുക 24 ആണെങ്കിൽ 1ാമത്തെ പൊസിഷനിലും 10ാമത്തെ സ്ഥാനത്തുള്ള സംഖ്യകളുടെ തുക എന്ത് തന്നെയായിരിക്കും? 24 ആയിരിക്കും. അപ്പോൾ പൊസിഷന്റെ സം ഈക്വൽ ആയാൽ ടേമുകളുടെ സമ്മും എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് പറയാം? 1ാമത്തെ സ്ഥാനത്തുള്ള സംഖ്യയും 10ാമത്തെ സ്ഥാനത്തുള്ള ആ ടേമും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 24 തന്നെ കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കതിന്റെ ബി പാർട്ട് ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഈ ഒരു ബി പാർട്ട് വന്നിട്ടുണ്ടാവുക. എന്താണ് നമ്മുടെ ബി പാർട്ട്? If the 4th term of the sequence is 9, what is the 7th term? 4ാമത്തെ ടേം 7 ആണ്. അങ്ങനെയാണെങ്കിൽ 7ാമത്തെ ടേം എന്താണ്? അപ്പോൾ അവിടെ പൊസിഷനുകളുടെ സം ഒന്ന് നോക്കിയേ. 4ാമത്തെ ടേം പൊസിഷൻ 4 പ്ലസ് 7ാമത്തെ ടേം പൊസിഷൻ 7. പൊസിഷനുകളുടെ സം എന്താ? 11 തന്നെ. പൊസിഷൻ സം, ഓക്കെ, സ്ഥാനത്തിന്റെ തുക. അപ്പോൾ പൊസിഷൻ സം 4ാമത്തെ ടേമും 7ാമത്തെ ടേം എന്ന് പറയുമ്പോൾ അവരുടെ പൊസിഷൻ സം എന്താ?
11 തന്നെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫോർത്ത് ടേമിനെ നിങ്ങൾ ചിലവര് A4 എന്ന് ചിലവരെന്താ X4 എന്ന് അങ്ങനെ പല രീതിയിൽ ഡിനോട്ട് ചെയ്യാറുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഫോർത്ത് ടേമും 7ാമത്തെ ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 24 കിട്ടണ്ടേ? പൊസിഷനുകളുടെ സമ്മത ഇവിടെ 11 തന്നെ വന്നു. അപ്പോൾ ഈ 7ാമത്തെ ടേമും 4ാമത്തെ ടേമും കൂടെ ആഡ് ചെയ്താൽ ആ സ്ഥാനത്തുള്ള സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ദാ ഈ 24 എന്നുള്ള തുക തന്നെ കിട്ടണം. ഇനി നമുക്ക് എന്തറിയാം? 7ാമത്തെ ടേം അല്ല, 4ാമത്തെ ടേം നമുക്കറിയാം എത്രയാണ്? 9 ആണ്. 4ാമത്തെ ടേം 9 ആണ്. അപ്പൊ 7ാമത്തെ ടേം എന്ത് ചെയ്താൽ മതി? 24ൽ നിന്നും 9 മൈനസ് ചെയ്യുക. എത്രയാണ് 24 മൈനസ് 9? 15. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. എന്താണ്? ഏതൊരു അരിത്തമെറ്റിക് സീക്വൻസിലും പൊസിഷനുകളുടെ സമ്മ സെയിം ആയിട്ട് വന്നാൽ ആ സ്ഥാനത്തുള്ള ടേമുകളുടെ സമ്മ എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിലാണെന്ന് നോക്കിയാലോ. There are 6 black beads and 4 white beads in a box. A bead is taken without looking. അപ്പോൾ ദാ ഒരു ബോക്സിൽ എന്താണ്? 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു? നോക്കാതെ അതിനൊരൊറ്റ ബീഡ് നമ്മൾ എടുത്തു, ഒരു മുത്ത് നമ്മൾ എടുത്തു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബീഡ്? ഒരു കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? നമുക്കറിയാം 6 കറുത്ത മുത്തുകളാണുള്ളത്. അപ്പൊ കറുത്ത മുത്ത് കിട്ടാനുള്ള സാധ്യത എന്താ? 6 കറുത്ത മുത്തുണ്ട്. ബൈ ഇട്ടിട്ട് അടിയിൽ എന്ത് എഴുതണം? ആകെ എത്ര മുത്തുണ്ടെന്ന് എഴുതണം അല്ലേ? 6 കറുത്ത മുത്തും 4 വെളുത്ത മുത്തുമാണുള്ളത്. സോ ടോട്ടൽ എത്ര മുത്തുണ്ട്? യെസ്, ടോട്ടൽ അവിടെ 10 ബീഡ്സ് ഉണ്ട്. സോ 6/10. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനൊന്ന് ചെറുതാക്കാം അല്ലേ? 6/10 എന്ന് പറയുമ്പോൾ 6 9 10 ഇനി വെട്ടി ചെറുതാക്കാം. നമുക്കിപ്പോൾ എന്ത് വരും? 3/5 എന്ന് വരും. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബീഡ്? വെള്ളമുത്ത് കിട്ടാനുള്ള സാധ്യത എന്താണ്? അപ്പൊ നോക്കൂ, ഇവിടെ എത്ര വെള്ളമുത്തുണ്ട്? 4 വെള്ളമുത്തുണ്ട് അല്ലേ? അപ്പൊ 4 ടോട്ടൽ എത്ര? 10. 4/10. 4/10 എന്ന് പറയുമ്പോൾ ഇതിന് വെട്ടി ചെറുതാക്കുമ്പോൾ എന്ത് വരും? മുകളിലും താഴെയും 2 വെച്ച് കട്ട് ചെയ്യാം. അപ്പൊ 4നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2 തവണ, 10നെ 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5 തവണ. അപ്പൊ എന്ത് വന്നു? 2/5 എന്ന് വന്നു. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പൊ പ്രോബബിലിറ്റിയിൽ നിന്നും ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ പെയർ ആക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ലൈവിന്റെ കാര്യം നിങ്ങൾ മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു x² + 6 ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ? x² + 6x. ഓക്കെ, x² + 6 അല്ല, x² + 6x എന്നുള്ള ഈ ഒരു പോളിനോമിയലിലേക്ക്, ഈ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിലേക്ക് നമ്മൾ എന്താണ്, ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ്, ഏത് സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് ഇതൊരു പൂർണ്ണ വർഗമാകുക, ഒരു പൂർണ്ണ വർഗമാകുക? അപ്പോൾ ഇത് ഏത് മെത്തേഡാണ് ഇവിടെ വരുന്നത്? വർഗം പൂർത്തിയാക്കൽ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ഏത് സംഖ്യ ആഡ് ചെയ്താലായിരിക്കും ഇതൊരു പൂർണ്ണ വർഗമാകുക? എന്താണ് ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്. ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കുക. അതാ എക്സിന്റെ സൈഡിൽ നടക്കുന്ന സംഖ്യ ഏതാ? 6 അല്ലേ? 6ന്റെ പകുതി എടുക്കുക. എന്താണ് 6ന്റെ പകുതി? 6ന്റെ പകുതി എന്ന് പറയുമ്പോൾ 3. 3ന്റെ സ്ക്വയർ. ഓക്കെ, എന്താണ് ചെയ്തത്? ഒന്നും കൂടെ പറയാം. എക്സിന്റെ കോഎഫിഷ്യന്റ് നോക്കി 6 ആണ്. 6ന്റെ പകുതി എടുത്തു. 6ന്റെ പകുതി എന്ന് പറയുമ്പോൾ 3. 3ന്റെ സ്ക്വയർ കണ്ടു 9. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഏത് സംഖ്യ ആഡ് ചെയ്ത് കൊടുത്താൽ മതി? 9ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. 9ന് ആഡ് ചെയ്താൽ ഇതെന്തായിട്ട് മാറും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, 9നെ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. ഇനി സംശയമുള്ളവരെ നോക്കിക്കോളൂ. ഈ ഒരു പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഇവിടെ നമുക്ക് പകുതി എടുത്തപ്പോൾ കിട്ടിയ സംഖ്യ ഏതാ? +3 ആണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പ്ലസ് ഇട്ടത്. ഇനി ഇവിടെ -3 ആണെങ്കിൽ ഇവിടെ മൈനസ് എന്നിടണം. ഓക്കെ, അപ്പോൾ x+3 ദ ഹോൾ സ്ക്വയർ ആണ് ഈ കാണുന്ന ആള്. സംശയമുള്ളവർ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ x+3 ദ ഹോൾ സ്ക്വയർ ആണ് ഈ കാണുന്നത്. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് x² + 6x = 315,
ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എക്സ്. സിമ്പിൾ ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സ് സ്ക്വയർ പ്ലസ് 6x എന്ന് പറയുന്നത് 315 ആണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഈ ഒരു രണ്ടാം കൃതി സമവാക്യം പരിഹരിച്ച് ആരെ കണ്ടുപിടിക്കണം? എക്സിനെ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യും? നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. വർഗം പൂർത്തിയാക്കൽ മെത്തേഡും ഉണ്ട്. പിന്നെന്താണ്? -b + or -√b² - 4ac/2a എന്ന് പറയുന്ന ഒരു ഇക്വേഷനും നമ്മുടെ കയ്യിലുണ്ട്. അതിൽ വർഗം പൂർത്തിയാക്കൽ മെത്തേഡാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. അപ്പോൾ ഓൾറെഡി ഇതാ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കൂ. ഈ ലെഫ്റ്റ് സൈഡിന് ഓൾറെഡി നമ്മളൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏത് മെത്തേഡ് മതി? വർഗം പൂർത്തിയാക്കൽ മെത്തേഡിലെ ഒരു സ്റ്റെപ്പ് ഓൾറെഡി നമ്മൾ ഇവിടെ ചെയ്തു വെച്ചു. ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്യണം? 9 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താവും? x² + 6x + 9. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു സംഖ്യ ആഡ് ചെയ്യുമ്പോൾ അതേ സംഖ്യ നമ്മൾ എവിടെ ആഡ് ചെയ്യണം? റൈറ്റ് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ റൈറ്റ് സൈഡിലും ആഡ് ചെയ്തു. 315 + 9. റെഡി? അപ്പോൾ എന്തായി? x² + 6x + 9 എന്ന് പറയുന്നത് x + 3 the whole square ആണ്. x + 3 the whole square = 315 + 9. 315 + 9 എന്ന് പറയുന്നത് 324. 324. റെഡി? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x + 3 the whole square = 324 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് വർഗ്ഗമൂലം എടുക്കണം. അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താവും? x + 3 ആവും. റൈറ്റ് സൈഡ് √324. 324ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 324 എന്ന് പറയുന്നത് 18ന്റെ സ്ക്വയർ ആണ്, 18ന്റെ വർഗ്ഗമാണ്. ഓക്കെ, അപ്പോൾ 324ന്റെ വർഗ്ഗമൂലം എടുത്താൽ -18 വരാട്ടോ. +or-18 എന്ന് വരും. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? x + 3 = 18 or x + 3 = -18. റെഡി? ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എന്ത് കിട്ടും? x = 18 - 3 അല്ലേ? ഈ 3 അങ്ങോട്ട് പോകുമ്പോൾ 18 - 3 16 എന്ന് വന്നു. അപ്പുറത്തോ x = -18 - 3. -18 - 3 is 18 - 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 15. ഓക്കെ, 15. അടുത്തതോ -18 - 3 എന്ന് പറയുമ്പോൾ എന്താണ്? 18ഉം 3ഉം കൂടെ ആഡ് ചെയ്യാം. 21 - 21. പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ നാച്ചുറൽ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എക്സ്. നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യ, എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന എണ്ണൽ സംഖ്യ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സിന് നമുക്കിവിടെ രണ്ട് വാല്യൂസ് കിട്ടി, 15ഉം -21ഉം. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, എക്സ് ഒരു എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ -21 എന്നുള്ള ആൻസർ ഇവിടെ നെഗ്ലക്ട് ചെയ്യാം. എന്താണ് കാരണം? -21 ഒരു എണ്ണൽ സംഖ്യ, നാച്ചുറൽ നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻസർ എന്താണ്? 15 ആണ് ഇവിടുത്തെ ആൻസർ. റെഡി? അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്താ? ജസ്റ്റ് എണ്ണൽ സംഖ്യ എന്നല്ല, വെറുതെ ഫൈൻഡ് ദ നമ്പർ റെപ്രസെൻറ്റഡ് ബൈ എക്സ് എന്നായിരുന്നു നിങ്ങളുടെ ചോദ്യമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഫൈൻഡ് ദ നമ്പർ എന്ന് പറയുമ്പോൾ ഈ രണ്ടും x = 15 ആവാം, -21 ആവാം. പക്ഷെ ഇവിടെ നാച്ചുറൽ നമ്പർ എന്ന് വന്നതുകൊണ്ട് ഏത് മാത്രമാണ് നമ്മൾ ഉത്തരം? 15 മാത്രമാണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്ത് വന്നിട്ട് കിട്ടുന്ന ഉത്തരങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് P of x is equal to 2x² minus 5x plus 1. പോളിനോമിയൽ അല്ലെങ്കിൽ ബഹുപദങ്ങൾ എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യനും ആണ്. ഓക്കെ, അപ്പോൾ P of x തന്നിട്ടുണ്ട്. P of x is equal to 2x² minus 5x plus 1. Find P of 3. P of 3 കണ്ടുപിടിക്കണം. അപ്പോൾ P of 3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുക. എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ 3 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2 × 3² മൈനസ് 5 × 3 പ്ലസ് 1 ഈക്വൽ ടു 2 × 3² 9 മൈനസ് 5 × 3 15 പ്ലസ് 1.
2 × 9 18 മൈനസ് 15 പ്ലസ് 1. അപ്പം എന്തായി? 18 മൈനസ് 15 3, 3 പ്ലസ് 1 4. അപ്പം പി ഓഫ് 3 എന്ന് പറയുന്നത് 4 ആണ്. പി ഓഫ് 3 is 4. Does x minus 3 a factor of this polynomial? അപ്പോൾ ബി ക്വസ്റ്റ്യൻ നിങ്ങളിത് ശ്രദ്ധിച്ചേ. Does x minus 3 a factor of this polynomial? അപ്പോൾ നമുക്ക് പോളിനോമിയൽ എന്നുള്ള ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഉണ്ട്. ഇനി അതിൽ പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ, പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് എ, ഓക്കെ, എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ്. ഓക്കെ, പി ഓഫ് എ ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് എക്സ് മൈനസ് എ എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആവുകയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കൂ, പി ഓഫ് 3 4 കിട്ടിയിരിക്കുന്നത്. പി ഓഫ് 3 നമുക്ക് 4 കിട്ടിയിരിക്കുന്നത്. ഇനി പി ഓഫ് 3 പൂജ്യമാണെങ്കിൽ, പൂജ്യമായിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആണ് എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് പി ഓഫ് 3 കിട്ടിയത് എന്താ? 4. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തല്ല, എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇഫ് നോട്ട്, അല്ലെങ്കിൽ, അതായത് എക്സ് മൈനസ് 3 പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ which number is subtracted from p of x for which x minus 3 is a factor? അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോദ്യം. പി ഓഫ് 3 നമ്മുടെ പി ഓഫ് എക്സിൻ്റെ പി ഓഫ് 3 കണ്ടപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ അല്ല എന്ന് നമുക്ക് ഉറപ്പായി. അപ്പോൾ അവർ പറഞ്ഞേക്കാണ് അങ്ങനെയാണെങ്കിൽ പി ഓഫ് എക്സിൽ നിന്നും ഏത് സംഖ്യയെ കുറച്ചാലാണ് പി ഓഫ് എക്സിൽ നിന്നും ഏത് സംഖ്യ കുറച്ചാലാണ് എക്സ് മൈനസ് 3 ഇതിൻ്റെ ഒരു ഫാക്ടർ ആവുക. ഓക്കെ, എക്സ് മൈനസ് 3 ഇതിൻ്റെ ഒരു ഫാക്ടർ ആവുക എന്നാണ് ചോദ്യം. സിമ്പിളാണ്. നമുക്ക് ഓൾറെഡി പി ഓഫ് 3 കിട്ടിയിട്ടില്ലേ? പി ഓഫ് 3 എത്രയാ? 4. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പി ഓഫ് എക്സിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും? എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആവും. ഓക്കെ, ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പോൾ പി ഓഫ് എക്സിൽ നിന്നും 4 സബ്ട്രാക്ട് ചെയ്താൽ, 4 കുറച്ച് കഴിഞ്ഞാൽ എന്താവും? എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് ഈ പി ഓഫ് എക്സിൻ്റെ ഒരു ഫാക്ടർ ആവും. ക്ലിയർ ആണോ? സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് ചെയ്ത് നോക്കി പഠിക്കാം. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നത്തെ ലൈവിൽ, നമ്മുടെ മാരത്തോൺ ലൈവിൽ പഠിക്കാം. അപ്പോൾ 6 മണിയാകുമ്പോൾ, കൃത്യം 6 മണിയാകുമ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഓടി വന്നോളൂ. നമ്മുടെ എക്സാമിനുള്ള എല്ലാ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ലൈവിൽ കാണാം. താങ്ക്